പ്രതിപക്ഷം ഭരിക്കുന്ന ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് നിർത്തി. ധാരണാപത്രങ്ങളിൽ ഒപ്പിടാൻ സംസ്ഥാനങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്കെ, ഇതൊരു പ്രതികാര നടപടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ള രീതിയിൽ കാണാൻ കഴിയുമോ? അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യോജിക്കുന്നില്ല. 5 സംസ്ഥാനങ്ങളായിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് PM ശ്രീ, ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര് ഇങ്ങനെയാണ്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ ഒപ്പിടേണ്ടിയിരുന്നത്. ആ ധാരണാപത്രത്തിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളവും തമിഴ്നാട്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കേരളവും തമിഴ്നാടും ഈ തുക ലഭിക്കില്ല എന്ന മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി സഹകരിച്ചു പോകാം, ഒപ്പിടാം ധാരണാപത്രത്തിൽ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ 2 സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തടഞ്ഞിട്ടില്ല. മറിച്ച് ഡൽഹി, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം, സർവശിക്ഷ അഭിയാന് കീഴിൽ ലഭിക്കേണ്ട വിഹിതം, ഈ ഗഡു നൽകേണ്ട എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് ആ സംസ്ഥാനങ്ങളെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന മുറയ്ക്ക് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനരാലോചന ഇനി ഉണ്ടാകൂ എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.